ഇടയ്ക്കൊക്കെ അല്ലൂട്ടനും നീലൂട്ടനും ഒരു സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കുക എന്നുള്ളത് നമ്മുടെ എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അവർ എപ്പോഴും ഫുൾ ചിക്കൻ പിന്നെ ബേക്ക് ചെയ്ത് വേണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഫുൾ ചിക്കൻ ബേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട്, അതായത് ഇംഗ്ലീഷ് രീതിയിൽ, യൂറോപ്യൻ സ്റ്റൈലിൽ ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്താണ് അവർക്ക് വേണം എന്ന് പറഞ്ഞു. ഈ കുറേ റീൽസ് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കോഴിയെ മേടിച്ചു. മൊത്തത്തിൽ അവനെ ഒന്ന് വൈപ്പ് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് വൈപ്പ് ചെയ്ത് ആ വെള്ളമെല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് വലിയ മസാലകളൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ പിസ്സയിലൊക്കെ ചേർക്കുമല്ലോ, പാസ്തയിലൊക്കെ ചേർക്കുന്ന മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. ആ സാധനം വാങ്ങിച്ച് അതും കുറച്ച്, അതെല്ലാം കൂടെ ഉരുക്കിയ ബട്ടറിനകത്ത് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനകത്ത് വെക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കോഴിക്കുള്ളിൽ സ്റ്റഫ് ചെയ്യുന്നതാണ്. ബ്രൊക്കോളി ഉണ്ട്, പിന്നെ ബേബി പൊട്ടറ്റോ ഉണ്ട്. ബേബി പൊട്ടറ്റോ കിട്ടാത്തവർക്ക് കുഞ്ഞു പൊട്ടറ്റോ നോക്കി വാങ്ങിച്ചാലും മതി. പിന്നെ ടൊമാറ്റോ നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. പിന്നെ ബെൽ പെപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം, അതാണ്. അതിൻ്റെ പല കളറുണ്ടെങ്കിൽ നല്ല രസമൊക്കെ ആയിരിക്കും. പിന്നെ അന്ന് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് റോസ്മേരി വേണം, ബേബി പൊട്ടറ്റോ വേണം, പിന്നെ ബ്രൊക്കോളി, ലെമൺ, പിന്നെ കുറച്ച് ഓണിയൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. നമ്മുടെ ഇഷ്ടമാണ് ഇതിനകത്ത് ചേർക്കുന്ന ഈ ഹെർബ്സ് അല്ല, എന്താ പറയുന്നത്, പൊട്ടറ്റോയും മറ്റു ഐറ്റംസും ഒക്കെ. അതിലേക്ക് നമ്മൾ ഉരുക്കിയ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ബട്ടർ, പിന്നെ നമ്മൾ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മസാലയുണ്ടല്ലോ, ആ മസാലയെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് ആ ഒരു ഇതിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് പറയുന്നത് നമ്മൾ ചൈനീസ് ഗാർലിക് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കതിനെപ്പറ്റി മനസ്സിലായി കേട്ടോ, അതിൻ്റെ പേര് അങ്ങനെയാണെന്ന്. നമ്മുടെ ഗാർലിക്കിനേക്കാൾ പോലെയല്ല, കുറച്ചുകൂടെ വലിയ ഗാർലിക്കാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ എന്താ പറയുന്നത്, അങ്ങനെ റോ ആയിട്ടിരിക്കുന്ന പോലുള്ള ചിക്കനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ മീനൊക്കെ വരഞ്ഞു കൊടുക്കുന്ന പോലെ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തു. അകത്തെല്ലാം മസാല പിടിച്ചോട്ടെ എന്ന് വെച്ച്. അല്ലേ ഇനി മസാല പിടിച്ചില്ലേ, അല്ലേ ടേസ്റ്റ് ഇല്ലേ എന്നും പറഞ്ഞ് തിന്നാതിരിക്കുവാൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി അങ്ങ് ചടപടാ ചെയ്തു എന്നേ ഉള്ളൂ. ചെയ്തു കൊടുത്ത് ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടേ. അപ്പം ഇങ്ങനെ മൊത്തം ആ കോഴിയുടെ ദേഹത്തോട്ട് മസാല നമ്മൾ തേച്ച് പിടിപ്പിച്ച്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഓർമ്മ വന്നു, കുഞ്ഞു പ്രായത്തിൽ അല്ലുവിനെ നീലുവിനെ ഇങ്ങനെ കമത്തിയും മലത്തിയൊക്കെ കിടത്തി എണ്ണ തേപ്പിക്കുന്നതാണ് എനിക്ക് ഇത് തേച്ചപ്പോൾ ഓർമ്മ വന്നത്. എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. അവന്മാർ ഉണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങൾ എന്നുള്ളത്. സാധാരണ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ കിച്ചണിൽ വന്നിരിക്കുന്നതാണ്. ഇത് സർപ്രൈസ് ആയതുകൊണ്ട് അവർ പുറത്ത് പോയ സമയത്താണ് ഞാൻ ചെയ്തത്. പിന്നെ റോസ്മേരി ഒരു മെയിൻ ഐറ്റമാണ്. കാരണം ഈ ഒരു ഇതിനകത്ത് നമ്മൾ വേറെ മസാലകളോ ഒന്നും അങ്ങനെ ചേർക്കാത്തതുകൊണ്ട് ഈ റോസ്മേരി എന്ന് പറയുന്ന സംഭവം എല്ലാം ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അത് പച്ചയ്ക്കുള്ളതിനാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും, ഒരു സ്മെല്ല് കൊടുക്കും നമ്മുടെ ഡിഷിന്, അതായത് ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിലും. അപ്പോൾ റോസ്മേരി കുറച്ച് ഞാൻ അകത്ത് വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ്, നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ്, അങ്ങനെ എല്ലാം ചുറ്റും വെച്ച്, കോഴിയുടെ എല്ലാം ചുറ്റും വെച്ച് നന്നായിട്ട് അതിൻ്റെ മേളിൽ കൂടെയും കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ച് സെറ്റാക്കി. പിന്നെ ലെമൺ വെച്ചു, മേളിലൊരു റോസ്മേരിയും കൂടെ വെച്ചിട്ട് സെറ്റാക്കി ഓവനിനകത്തേക്ക് കയറ്റി ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. അങ്ങനെ അത് സെറ്റാക്കിയപ്പോഴത്തേക്കുമാണ് ശരി ഇതിൻ്റെ കൂടെ കഴിക്കാനൊന്നുമില്ലല്ലോ എന്നൊരു ചിന്ത വന്നത്. പിന്നെ പോയി ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത്, പിന്നെ ഭയങ്കര തലവേദനയാണല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് എന്നാൽ പിന്നെ കുറച്ച് ബണ്ണും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചു. ബണ്ണുണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ ഞാൻ കമൻറ്റിലിട്ടേക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് പുളിപ്പിച്ചെടുത്ത് പാലിനകത്ത് ഒഴിച്ച് പുളിപ്പിച്ചെടുത്തിട്ട് അത് നല്ല അടിച്ച് അതിനകത്തോട്ടൊരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച്, പിന്നെ ബട്ടർ അത് നന്നായിട്ട് അടിച്ചിട്ട് വേണം. അത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് നമുക്ക് ആ ഒരു പരുവം കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ ചേർക്കുക. ബട്ടർ ഉരുക്കിയ ബട്ടർ വേണ്ട, ഇതുപോലെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ബട്ടർ തന്നെ, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. പിന്നെ ഇതിനകത്ത് ആണെങ്കിൽ ഞാൻ വെറും മൈദ മാത്രമാണ് എടുത്ത് വെച്ചിരുന്നത്. ഒരു 2 കപ്പ് മൈദയോളം ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ചൊക്കെ എടുത്ത് സെറ്റാകാൻ വെക്കണം. ഈ ബണ്ണുണ്ടാക്കുന്നതിലെ മിക്സിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ എളുപ്പമാണെങ്കിലും ഉണ്ടല്ലോ, ഇതിൻ്റെ സമയമാണ് നമുക്ക് നല്ല പണി കിട്ടുന്നത്. കാരണം രാവിലെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു വൈകുന്നേരത്തേനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല പണിയുള്ള സംഭവം തന്നെയാണ്. പണി മീൻസ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ ടൈം എടുക്കും. പക്ഷേ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനില്ല. ഇതിനകത്ത് ഏതാ ഉള്ളതെന്നൊന്നും പിള്ളേർ എത്ര കഴിച്ച് കഴിഞ്ഞാലും നമുക്കൊരു ടെൻഷൻ വരത്തില്ലല്ലോ. അങ്ങനെ
അതങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ശരിക്കും അങ്ങനെ പൊങ്ങി വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, സമയം കുറവായതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് സമയം കൊടുക്കാൻ പറ്റിയില്ല. അവന്മാർ വരുന്നതിന് മുന്നേ ഇതെല്ലാം കുക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണമല്ലോ എന്നുള്ള ഒരു തിരക്കിൽ ഞാനതങ്ങ് എടുത്ത് പിന്നെ അതിങ്ങനെ ഓരോ പോർഷനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു 4-5-6 പോർഷൻ കിട്ടും. എനിക്ക് 8 എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം നമ്മളൊരു ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു ബണ്ണിൻ്റെ രൂപത്തിൽ നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. താഴേക്ക് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് അത് ഇനിയും നമ്മൾ പൊങ്ങാൻ വെക്കണം. ഇത് കുറേ സമയം ഇങ്ങനെ പൊങ്ങാൻ വെക്കുക എന്നുള്ളതാണ് ഈ ഇതിനകത്തെ ടൈം കുറേ കൺസ്യൂം ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു സംഭവം. അങ്ങനെ ഇതെല്ലാം എടുത്ത് ഒരു ബേക്കിംഗ് ട്രേയിൽ നമ്മൾ പൊങ്ങാൻ വെച്ചു. അത് കുറച്ച് സത്യം പറഞ്ഞാൽ സമയം വളരെ കുറവായതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഇത് ചെയ്തില്ല കേട്ടോ. അപ്പം ഒന്ന് ബേക്കായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചീസും പിന്നെ നമ്മുടെ മല്ലിയിലയും അങ്ങനെ കുറച്ച് ഹെർബ്സും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇതായിട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അതെല്ലാം നല്ല മെൽറ്റായി നല്ല ഇതായിട്ട് വന്നു. അങ്ങനെ എല്ലാം ടേബിളിലൊക്കെ സെറ്റ് ചെയ്തു. എന്നുവെച്ചാൽ അവർക്ക് കാണുമ്പോൾ ഭയങ്കര ഈ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് റീൽസിലൊക്കെ കാണുന്ന പോലെ സംഭവം വേണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അതെല്ലാം ടേബിളിൽ അങ്ങോട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. ഇവർ വന്ന് കാണുമ്പോൾ തന്നെ കിടന്ന് കൂവി വിളിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്ക് ഇങ്ങനത്തെ സർപ്രൈസ്, പിള്ളേർക്കെന്നല്ല മിക്കവർക്കും സർപ്രൈസൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അല്ലും നീലും ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ കൂടെ കേക്കുകളുണ്ടായിരുന്നു, 1-2 ടൈപ്പ് കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ചോക്ലേറ്റ് കേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അധികം ഡെക്കറേഷനൊന്നും ഉള്ളതല്ല, വെറും ഇങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച കേക്കാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ വനില കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടി ഇവന്മാർ തിന്നുമോ എന്നുള്ളതും ഒരു ഡൗട്ടായിരുന്നു. എന്നിട്ട് ഞാനോർത്ത് ചപ്പാത്തി ഉണ്ടാക്കിയാലോ, ഇനി ഇവർ കഴിക്കുമോ, ഇനി തികയാതെ വന്നാലോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിള്ളേർ രണ്ടും ഒന്നാന്തരമായിട്ട് അടിപൊളിയായിട്ട് ഞെട്ടിയിട്ടുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും യൂറോപ്യൻസ് ഉണ്ടാക്കുന്ന പോലെ എന്ന് എപ്പോഴും എൻ്റെ ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ സംഭവം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഇതുപോലെ മക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സർപ്രൈസ് കൊടുക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ.